സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 33 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഇത് ഈശോയുടെ ഒരു നീണ്ട പ്രബോധനമാണ്. വിശുദ്ധ മത്തായി ശ്ലീഹ ഈശോയുടെ 5 നീണ്ട പ്രബോധനങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ആദ്യത്തേത് മലയിലെ പ്രസംഗമാണ്. അതിനുശേഷമുള്ള വലിയ പ്രബോധന ഭാഗമാണിത്. ഈ ഭാഗം തുടങ്ങുന്നത് 2 പേരെ വെച്ച് ശിഷ്യന്മാരെ പ്രേക്ഷിത പ്രവർത്തനത്തിന് അയക്കുന്ന സംഭവത്തോടെയാണ്. അതിനുശേഷം അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളും അവരെ ധൈര്യപ്പെടുത്തുന്നതൊക്കെയാണ് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ പ്രധാന പ്രതിപാദ്യം. 2 പേരെ വെച്ച് അയക്കുന്നതിന് കാരണം 2 പേരുടെ സാക്ഷ്യം സത്യമാണ് എന്ന് നിയമത്തിലുണ്ട്. അതുകൂടാതെ സാൻഹദ്രീൻ സംഘം 2 പേരെ വെച്ചാണ് അവരുടെ സന്ദേശങ്ങൾ നൽകാനായിട്ട് അയച്ചിരുന്നത്. 2 പേര് യാത്രയിൽ പരസ്പരം സഹായിക്കുന്നതിനും മറ്റ് ഗ്രൂപ്പുകളിൽ നിന്ന് തിരിച്ചറിയുന്നതിനുമൊക്കെ സഹായിക്കുക കൂടി ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഈശോ 2 പേരെ വെച്ച് ഈ പ്രേക്ഷിത ദൗത്യത്തിന് അയക്കുന്നത്. ഇവിടെ അയക്കുമ്പോൾ 5 കാര്യങ്ങളാണ് ഈശോ പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഇതാണ്: ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അപ്പോൾ അയക്കപ്പെടുന്ന സ്ഥലങ്ങളിലെ ആളുകളുടെ സ്വഭാവ സവിശേഷതകൾ എന്ത് എന്നതിനെക്കുറിച്ച് ജാഗ്രതയുണ്ടാകണമെന്ന് ഈശോ പറയുകയാണ്. രണ്ടാമത് ഈശോ പറയുന്നു, സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കണം. ആദ്യം ഈ ജനസമൂഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് സൂചന നൽകി. രണ്ടാമത്തത് അയക്കപ്പെടുന്നവർ ഏത് സ്വഭാവത്താലാകണം പോകുന്നത് എന്നതിനെക്കുറിച്ച് സൂചനയാണ്. മൂന്നാമത്തത് അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ്. നാലാമത്തത് ഈ പീഡനങ്ങളുടെ നടുവിലും സ്ഥൈര്യമുള്ളവരായിരിക്കുക, ദൃഢചിത്തതയുള്ളവരായിരിക്കുക, അതിനുള്ള ധൈര്യപ്പെടുത്തലാണ്. അഞ്ചാമത് ഈശോയെ ഉയർത്തി പറയുന്നവര് സ്വർഗരാജ്യത്തിൽ അവരുടെ നാമം സ്വർഗസ്വനായ പിതാവിൻ്റെ മുമ്പിൽ മഹത്വപ്പെടുത്തപ്പെടുമെന്നും താഴ്ത്തി പറയുന്നവർ തിരസ്കരിക്കപ്പെടുമെന്നുമുള്ള ഈശോയുടെ പ്രബോധനമാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് ഈ ഭാഗത്തിൻ്റെ പ്രധാന തീം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് വന്നാൽ, ഈശോ എന്തുകൊണ്ടാണ് നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്നതുപോലെ കുഞ്ഞാടുകളെ എന്ന പോലെ അയക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അതൊരു പഴഞ്ചൊല്ലാണ്. ആ പഴഞ്ചൊല്ല് സൂചിപ്പിക്കുന്നത് വൈവിധ്യമുള്ള സ്വഭാവമുള്ളവരായിരിക്കും മുമ്പിലുള്ളത് എന്ന് ഓർക്കണമെന്നുള്ളതാണ്. സർപ്പങ്ങളെപ്പോലെ വിവേകികൾ എന്ന് പറയുമ്പോൾ സർപ്പങ്ങൾക്ക് വിവേകമുണ്ട് എന്നൊരു സൂചന പഴയ നിയമ ഭാഗങ്ങളിലുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിവേകം അതിൻ്റെ ജാഗ്രതയാണ്, ചുറ്റുപാടുകളെ നിരീക്ഷിക്കാനുള്ള കഴിവാണ്. അതുകൊണ്ട് സുവിശേഷ പ്രസംഗത്തിന് പോകുന്നവർ ചുറ്റുപാടുകളെക്കുറിച്ച് നല്ല അറിവുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ അവരുടെ തന്നെ കാര്യങ്ങളിൽ പൂർണ്ണമായി അന്ധരായിട്ട് മാറാൻ പാടില്ല. ചുറ്റുമെന്ത് സംഭവിക്കുന്നു എന്നതുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം സുവിശേഷം പ്രസംഗിക്കാൻ എന്നാണ് ഈശോ പറയുന്നത്. പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിരിക്കും എന്നുള്ളത് അതിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം നോട്ട് സ്പ്ലിറ്റ് മൈൻഡഡ് എന്നാണ്, അല്ലെങ്കിൽ സിംഗിൾ മൈൻഡഡ് എന്നാണ്, അല്ലെങ്കിൽ നോട്ട് മിക്സ്ഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഋജുവായ രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കണം, നേർരേഖയിൽ ചിന്തിക്കുന്നവരായിരിക്കണം, അത് കപടചിത്തരാകരുത് എന്നുള്ളതാണ്. ശരിയായ ചിന്തയുള്ളവരായിരിക്കണമെന്നാണ്. ഓർക്കുന്നത്, കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു കോളേജിൽ നിന്ന് ഈ വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോവുകയാണ്. പിരിഞ്ഞു പോകുന്ന സമയത്ത് കുറേയധികം പേര് കൂടി അവരുടെ ഒരു സ്വഭാവത്തിൻ്റെ രീതിയിൽ അവിടുത്തെ ബെഞ്ചും ഡെസ്കും എല്ലാം മോശമാക്കിയിടുക, കാര്യമായ രീതിയിലൊക്കെ നശിപ്പിച്ചിട്ട് പോവുക എന്നുള്ള രീതിയിലുള്ള ഒരു പ്രവണത, അത് കുറച്ച് പേരുടെ ഇടയിൽ എല്ലാ കാലത്തും എല്ലായിടത്തുമുള്ള പണ്ടുകാലം മുതലുള്ള കാര്യമാണ്. പക്ഷേ ഒരു ചെറുപ്പക്കാരനോട് കൂട്ടുകാരനോട് ഇത് പറയുമ്പോൾ അവരാദ്യം അവരുടെ കൂടെ കൂടി ഈ ഡെസ്കിലൊക്കെ അതും ഇതുമെല്ലാം എഴുതി വെച്ചു, ടാപ്പെല്ലാം ഇങ്ങനെ തുറന്നിട്ട്. പക്ഷേ കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ അവനത് പറ്റുന്നില്ല. അവൻ തിരിച്ചു ചെന്ന് അവൻ എഴുതിയതൊക്കെ മായ്ക്കുകയാണ്, ഈ ടാപ്പെല്ലാം പൂട്ടുകയാണ്. അപ്പോൾ ഈ സുവിശേഷ ഭാഗം പറയുന്ന ഇതാണ്: അങ്ങനെ നേർബുദ്ധിയുള്ളവരായിരിക്കണം, നൈർമല്യമുള്ളവരായിരിക്കണം, കപടത തൊട്ടുതീണ്ടാത്തവരായിട്ട് മാറണം. അങ്ങനെയുള്ളവരായിരിക്കണം ഈ സുവിശേഷ അങ്ങനെയുള്ളതായിരിക്കണം സുവിശേഷ പ്രഘോഷകന്റെ സ്വഭാവം എന്ന് പറയാണ്. എത്രയെല്ലാം ശ്രമിച്ചാലും എനിക്ക് മറ്റുള്ളവർക്കിട്ട് പാരപണിയാനായിട്ട് പറ്റുന്നില്ല, അതെൻ്റെ സ്വഭാവമല്ല എന്ന് പറയുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് സുവിശേഷത്തിന് ചേർന്നത്.
അല്ലെങ്കിൽ ആരെയെങ്കിലും ഒതുക്കുക, അവരെ നശിപ്പിക്കുക, അങ്ങനെയുള്ള ചിന്താഗതികൾ ഒരിക്കലും സുവിശേഷ പ്രഘോഷണത്തിന് ചേർന്നതല്ല എന്ന് ഈ ഈ ഭാഗത്ത് ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്ന ഈശോ പറയുന്നു, പിതാവ് പുത്രനെതിരെ നിങ്ങൾ നാടുവാഴികളുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ ഹാജരാക്കപ്പെടും. പിതാവ് പുത്രനെതിരെയും പുത്രൻ പിതാവിനെതിരെയും തിരിയും. എന്തുകൊണ്ടാണിത്? നന്മയുടെ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള എതിർപ്പുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പീഡനങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം ഈ പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷത്തിൻ്റെ സ്വഭാവം തന്നെയാണ്. എന്താണ് ഈ സുവിശേഷത്തിൻ്റെ സ്വഭാവം? ആ കാലഘട്ടത്തിലുള്ള ചിന്താരീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വാർത്തയാണ്. അതാണ് നല്ല വിശേഷം. ആ കാലത്തുള്ള ചിന്ത എന്താണ്? ആ കാലത്തുള്ള ചിന്ത ദരിദ്രര് ദൈവത്താൽ ശപിക്കപ്പെട്ടവരാണ് എന്ന ചിന്തയാണ്. ദരിദ്രര്, പാവങ്ങൾ, അടിമകളായിരിക്കുന്നവർ യജമാനന്മാരുടെ പാദസേവ ചെയ്യേണ്ടവരാണ് എന്ന ചിന്തയാണ്. അതാണ് സുവിശേഷം തിരുത്തുന്നത്. സുവിശേഷം പറയുന്നു, നേതാക്കന്മാർ ശുശ്രൂഷകളെ പോലെ ആകണം. അത് ആ കാലത്തിന് ചിന്തിക്കാൻ പറ്റുന്നില്ല. അത് നാടുവാഴികൾക്കോ രാജാക്കന്മാർക്കോ അല്ലെങ്കിൽ ആ ഉന്നത പ്രമാണികൾക്കോ അത് ദഹിക്കുന്നില്ല. കാരണം ആ കാലത്തെ ചിന്തയല്ലേ അത്. ദരിദ്ര ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നുള്ള ചിന്ത ആ കാലത്തിന്റെ ചിന്തയ്ക്കെതിരാണ്. അപ്പോൾ എല്ലാവരും സമന്മാരാണെന്നുള്ളത് ആ കാലത്തിന്റെ ചിന്തയ്ക്കെതിരാണ്. കാരണം ഉച്ചനീചത്വങ്ങളുണ്ട്, അതിന് ശ്രേണിയുണ്ട്. ഓരോരുത്തരും പാലിക്കേണ്ട അകലങ്ങളെ കുറിച്ച് പോലും വ്യവസ്ഥിതികളും നിയമങ്ങളും മതഗ്രന്ഥങ്ങളിൽ പോലും ഉള്ളപ്പോൾ അതിനെല്ലാം ഉപരിയായിട്ട് എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നത് ആർക്കാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്? ശത്രുവിനെ സംഗ്രഹിക്കണം എന്നുള്ളതാണ്. ദൈവ അവതാരം പോലും അങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ശത്രുക്കളെ സംഹരിക്കണം എന്നുള്ളത് നീതിപൂർവമായ കാര്യമായിട്ട് കരുതുന്ന ഒരു ലോകത്തോട് പറയാണ്, ശത്രുക്കളെ സ്നേഹിക്കണം, ഒരു ചെകിടത്തടിക്കുന്നവന് മറ്റൊരു ചെകിട് കൂടെ കാണിച്ചു. ഇതെന്തൊരു കാര്യമാണ്? ഇതെന്ത് പ്രബോധനമാണ്? അതുകൊണ്ടാണ് നാടുവാഴികളുടെയും ദേശാധിപതികളുടെ ഇടയിൽ അവർ ഹാജരാക്കപ്പെടുന്നത്. ഇവർ നിയമലംഘകരായിട്ട് മാറുകയാണ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നിയമപാലകരുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുകയും ശിക്ഷാവിധിക്ക് വിധേയരാക്കപ്പെടുകയും ചെയ്യുന്നത്. നിയമലംഘനം നടക്കുകയാണ്. അന്നത്തെ വ്യവസ്ഥിതികളുടെ എല്ലാം രീതികൾ മാറ്റപ്പെടുകയാണ്. സുവിശേഷ സർവ്വതും തകിടം മറിക്കുകയാണ്. പിതാവ് പുത്രനെതിരെയും പുത്രൻ പിതാവിനെതിരെയും തിരിയുമെന്ന് പറയുന്ന ഒരേ കുടുംബത്തിൽ തന്നെ, യഹൂദ കുടുംബത്തിൽ തന്നെ ക്രൈസ്തവരായവർ പാലിക്കുന്ന ഒരു നിയമസംഗതി. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിരിക്കുന്ന നിയമം പാലിക്കുന്ന യഹൂദൻ, ഇപ്പുറത്ത് അതിനെല്ലാം ക്ഷമയോടെ കാണുന്നവൻ. പാപിയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറയുമ്പോൾ ധൂർത്തപുത്രനെ സ്വീകരിക്കുന്ന പിതാവിൻ്റെ ആ ഉപമ പറയുന്ന ക്രിസ്ത്യാനി. അപ്പോൾ ഇത് അങ്ങേയറ്റം വാഗ്വാദങ്ങൾക്കും വിഷമതകൾക്കും ആകുലതകൾക്കും ഒക്കെ കാരണമാവണം. അതുകൊണ്ട് പിതാവ് പുത്രനെതിരെ തിരിയുന്നു. അതുകൊണ്ടാണ് നമ്മൾ കാണുന്ന അന്ധനായ ഒരു മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തിയിട്ട് അവൻ്റെ മാതാപിതാക്കൾ പോലും പിന്നീട് അവനെ തള്ളിപ്പറയേണ്ട രീതിയിലേക്ക് പോവുകയാണ്. അവർക്ക് അതിൻ്റെ ഗതികേട് വരികയാണ്. കാരണം അല്ലെങ്കിൽ സിനഗോഗുകളിൽ നിന്ന് അവർ പുറത്താക്കപ്പെടും. അപ്പോൾ ഈ തരത്തിലാണ്, അതാണ് ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ കുടുംബങ്ങളിൽ കലഹങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, സമാധാനമല്ല ഭിന്നതയാണ് ഞാൻ കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ ചില തീവ്ര ചിന്താഗതിക്കാരൊക്കെ വന്നിട്ട് പറയുന്നു, അത് ഈ ഹിംസയുടെ അംശമൊക്കെ അതിൻ്റെ അകത്തുണ്ട് എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു ലജ്ജാകരമായിട്ടുള്ള, എന്തോ ഒരു തരത്തിൽ യാതൊന്നും അറിയാൻ മേലാത്തുള്ള വ്യാഖ്യാനം. പക്ഷെ ഇതാണ് ഈശോ ഇവിടെ പറയുന്നത്. ഈ സുവിശേഷം ഉണ്ടാക്കുന്ന അവിടെ ഭിന്നത ഉണ്ടാക്കുന്നു എന്ന്. കാരണം ഈ നല്ല വാർത്തയാണ്, എല്ലാവരും തുല്യരാണെന്നുള്ള വാർത്ത, ശത്രുക്കളെ കൂടെ സ്നേഹിക്കണം എന്നുള്ള വാർത്ത. നിന്റെ മേലങ്കി കരസ്ഥമാക്കാൻ, നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. 1 മൈൽ ദൂരം പോകാൻ കരുതുന്നവൻ്റെ യാചിക്കുന്നവൻ്റെ കൂടെ 2 മൈൽ ദൂരം പോവുക. അത് ഒരിക്കലും ലോകം കേൾക്കാത്ത പ്രബോധനമാണ്. അതുകൊണ്ടാണ് ഈ തരത്തിൽ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പിന്നീട് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ കാണുന്നത് ഇതാണ്. അവര് ആദിമ ക്രൈസ്തവര് ഈ പീഡനങ്ങളുടെ സമയങ്ങളിൽ ജെറുസലേം മുഴുവൻ നിങ്ങൾ സഞ്ചരിച്ച് തീരില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ആ കാലത്തെ ഒരു ചിന്തയുടെ പ്രതിഫലനമാണ്. അതായത് ഈശോ പെട്ടെന്ന് വരും എന്നാണ് അവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം താൻ കുരിശിൽ തറയ്ക്കപ്പെടും, വധിക്കപ്പെടുമെന്ന് ഈശോ പറഞ്ഞു. അത് അതേപടി സംഭവിക്കുന്നു. താൻ ജെറുസലേം ദേവാലയം കല്ലിൽ ശേഷിക്കാതെ തകർക്കപ്പെടുമെന്ന് പറയുന്ന അതേപടി താൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുന്നത് അതേപടി സംഭവിക്കുന്നു. ഈശോ പറഞ്ഞതെല്ലാം അക്ഷരാർത്ഥത്തിൽ നടന്നു. അതുകൊണ്ട് താൻ വീണ്ടും വരുമെന്ന് പറയുന്നത് ആ തരത്തിൽ തന്നെ പെട്ടെന്ന് സംഭവിക്കുമെന്ന് അവർ വിചാരിച്ചു.
അതുകൊണ്ട് അവർ മാറാനാത്ത കർത്താവെ വേഗം വന്നാളും എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രബോധനം അവിടെ വരുന്നത്. ഈ പീഡനങ്ങളുടെ ഇടയിൽ നിങ്ങൾ ഇത്രയും നഗരങ്ങൾ സഞ്ചരിച്ചു തീർക്കില്ല എന്ന് പറയുന്നത്. പക്ഷേ ഈശോയുടെ ഈ വീണ്ടും വരുമെന്നുള്ളത് ആ അർത്ഥത്തിൽ രണ്ടു തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കും. ഒന്ന്, തനത് വിധിയിൽ അവനവന്റെ അന്ത്യത്തിൽ ദൈവപുത്രന്റെ ആഗമനം ഉണ്ടാകുന്നു. രണ്ടാമത്തത് അന്ത്യവിധി. അപ്പോൾ ഏതായാലും അതിനൊരു ലോജിക്ക് ഉണ്ടല്ലോ. ഒരു മലയ്ക്ക് ശേഷം ഒരു താഴ്വാരമുണ്ട് എന്ന് പറയുന്ന പ്രകൃതി നിയമം പോലെ തന്നെ ഈ എല്ലാ കാര്യത്തിനും ഒരു അന്ത്യമുണ്ടാകുമെന്നും മനുഷ്യജീവിതത്തിന് അന്ത്യമുണ്ടാകുമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ സുനിശ്ചിതമാണല്ലോ. ഈ നിരീശ്വരവാദികളായ ആളുകൾ ഇതിനെയൊക്കെ ഇങ്ങനെ ഇതിന് എതിരായിട്ട് പറയുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റൊണാൾഡ് റീഗൻ ഒരിക്കൽ പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. അദ്ദേഹം പറയാണ്, എനിക്കൊരു വലിയൊരു സദ്യ നടത്തണമെന്നുണ്ടാണ്. ഐ വാണ്ട് ടു മേക്ക് എ ഫാബുലസ് ഡിന്നർ ഫോർ ദീസ് പേഴ്സൺസ്, ദീസ് atheists, and after that I would like to ask them, do you believe that there is a cook behind it? അതായത് ഈ ഭൂമി പോലെ ഫലപുഷ്ടമായിട്ടുള്ള ഇത്ര മനോഹരമായ ഒരു സംവിധാനമുണ്ട്, ഇതിന്റെ പിറകിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ദൈവമുണ്ട് എന്ന് റൊണാൾഡ് റീഗൻ പറയാണ്. അതായത് സന്തോഷകരമായ മനോഹരമായ ഒരു സദ്യ നടത്തിയിട്ട് സദ്യ കഴിച്ചിട്ട് അത് ചുമ്മാ സംഭവിക്കുന്നതാണ് എന്ന് പറയുന്നത് പോലത്തെ വിഡ്ഢിത്തമാണ് ദൈവമില്ല എന്ന് പറയുന്നത് എന്ന് റൊണാൾഡ് റീഗൻ പറയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രായോഗിക രീതിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളവർക്ക് നമ്മൾ എന്തുമാത്രമാണ് ദൈവത്തെ ഏറ്റുപറയാനായിട്ട്, ഈശോയെ ഏറ്റുപറയാനായിട്ട് തയ്യാറാകുന്നത്. എത്രയോ മനുഷ്യരാണ്. ഗ്രഹാം സ്റ്റെയിനും 2 കുഞ്ഞുങ്ങളും മിഷണറിമാര് ഓർക്കുക, എത്ര ഇന്ത്യയുടെ ചരിത്രം തന്നെ കണ്ടതിൽ വെച്ച് അതിദാരുണമായ സംഭവം. സുവിശേഷത്തെ പ്രതി നിരപരാധികളായ മനുഷ്യർ. അങ്ങനെ എത്ര പേര്. റാണി മരിയയുടെ ഒരിക്കൽ ആ നാട്ടുകാർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അമ്മേ ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഉരുകിത്തീരുന്നത്? അപ്പം പറയുന്നുണ്ടല്ലോ, സൂര്യനോട് ആരെങ്കിലും ചോദിക്കാറുണ്ടോ എന്തിനാണ് കത്തിത്തീരുന്നതെന്ന്? നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകാൻ വന്നവരാണ്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ഈ മിഷണറിമാരെ ഓർക്കേണ്ട കാര്യമാണ്. നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ നമ്മുടെ കുടുംബങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ ഈ സുവിശേഷ പ്രവർത്തനം നടത്തുന്നത്. നമ്മുടെ മക്കൾക്കാണ് യഥാർത്ഥത്തിലുള്ള ബോധ്യം നൽകേണ്ടത്. സുവിശേഷം ഓരോ ദിവസവും വായിക്കാനുള്ള ഒരു പ്രേരണ അവർക്ക് നൽകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു അധ്യായമെങ്കിലും ഒരു ദിവസം സുവിശേഷം വായിക്കാൻ നമുക്ക് ആകുന്നുണ്ടോ? ഈശോയുടെ ഉപമകൾ, ഈശോയുടെ അത്ഭുതങ്ങൾ, അതിനെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബോധ്യങ്ങളുണ്ടോ? പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? സുവിശേഷത്തിൻ്റെ അനന്യത എന്ത് എന്നുള്ള, ക്രിസ്ത്യാനിറ്റിയുടെ അനന്യത എന്തെന്നുള്ള ബോധ്യം അവർക്കുണ്ടാകുന്നുണ്ടോ? നമ്മുടെ തലമുറ നമ്മിൽ നിന്ന് പോകാതിരിക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കണം. നമ്മുടെ പള്ളികളിലും നമ്മുടെ കുടുംബങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ സുവിശേഷ പ്രഘോഷണം നമ്മൾ ഇന്ന് നടത്തേണ്ടതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലരും ചോദിക്കുമ്പോഴും നമ്മൾ സന്ധ്യാപ്രാർത്ഥനയില്ലാത്ത എത്രയോ കുടുംബങ്ങളാണുള്ളത്. എത്രയോ കാലമായിട്ട് അകന്ന് ജീവിക്കുന്ന മനുഷ്യർ ഒരു തരത്തിലുള്ള ധ്യാനങ്ങളിലോ ഒന്നിലും പങ്കെടുക്കാതെ നടക്കുന്ന ആൾക്കാർ, പണത്തിൻ്റെ കാര്യത്തിൽ മാത്രം അതിൽ മതിമറന്ന് ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. സഭയോടും സുവിശേഷത്തോടും ഒന്നും താല്പര്യമില്ലാത്തവർ, അതിനെതിരെ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധ ചെലുത്തുകയും കൂടുതലായിട്ട് നമ്മുടെ വിശ്വാസവും സുവിശേഷ മൂല്യങ്ങളും വളർത്തുന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധയുണ്ടാവുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്. Subscribe now and press the bell icon. Never miss an update.